മേഘാലയയിലുള്ള രണ്ട് ദമ്പതിമാരുടെ ഒരു ഹണിമൂൺ. ആ ഹണിമൂണിൽ ഭർത്താവ് കൊല്ലപ്പെടുന്നു. ഭർത്താവിനെ കൊന്നത് കൊട്ടേഷൻ കൊടുത്തിട്ട്. ഭാര്യ നല്ല ബെസ്റ്റ് ഭാര്യ. കാമുകനോടൊപ്പം പോകാൻ വേണ്ടിയിട്ടാണ് ഭർത്താവിനെ കൊന്നത്. അത് 11ാം ദിവസം വിവാഹം കഴിച്ചിട്ട്. വലിയ സംഭവമായി പോയല്ലോ. ഈ പെണ്ണിൻ്റെ പേരാണ് അതിലും രസം. സോന. ഒരു പേര് പാട്ട് തന്നെയാണ്. സോന സോന നീ ഒന്നാം നമ്പർ. പക്ഷേ ഈ ഒന്നാം നമ്പർ ഏത് കാര്യത്തിലാണെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. മുഴുവൻ പേര് സോനം രഘുവംശി, 24 വയസ്സാണ്. അപ്പോൾ ഇവളെ ഈ കുടുക്കിയ അന്വേഷണത്തിന് പോലീസ് ഇട്ട് കൊടുത്ത പേരാണ് അതിലും രസം. ഓപ്പറേഷൻ ഹണിമൂൺ. അപ്പോൾ ഇവർ വിവാഹം കഴിച്ചത് കഴിഞ്ഞ മെയ് 11-നാണ്. അതിനുശേഷം ഹണിമൂണിന് വേണ്ടിയിട്ടാണ് മേഘാലയയിലേക്ക് എത്തുന്നത്. ഈ കൊല്ലപ്പെട്ട ഇവരുടെ ഭർത്താവിൻ്റെ പേര് രാജു രഘുവംശി എന്നാണ്. അപ്പോൾ ഇയാൾ ഇൻഡോർ സ്വദേശിയാണ്. അപ്പോൾ 11-ാം തീയതി വിവാഹം കഴിച്ചിട്ട് ഇവർ 20-ാം തീയതി ഹണിമൂണിന് വേണ്ടി മേഘാലയയിൽ ഷില്ലോങ്ങിലേക്ക് എത്തുന്നു. 20-ാം തീയതി ഇവരെത്തി. 21-ാം തീയതി തൊട്ടടുത്ത ദിവസം ഇവനെ തട്ടാനായിട്ടുള്ള കൊട്ടേഷൻ ടീമും അവിടെ എത്തി. അവിടെ എത്തി അവിടുന്ന് തന്നെയാണ് ആയുധം വാങ്ങിയത്. വടിവാളടക്കമുള്ള സാധനങ്ങൾക്ക് അവിടുന്ന് തന്നെ വാങ്ങി. 23-ാം തീയതി ആണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കൊലപാതകം നടന്നതിന് ശേഷം ഈ സോനവും ഇവരുടെ ഭർത്താവിനെക്കുറിച്ച് ഒരു വിവരം ഇവരുടെ വീട്ടുകാർക്ക് കിട്ടിയില്ല. അപ്പം ഇവർ രണ്ടും കാണാതായി എന്നുള്ള വിവരമാണ് പോലീസിന് കിട്ടിയത്. അപ്പോൾ പോലീസ് അന്വേഷിച്ച് വന്നപ്പോൾ ജൂൺ 2-ാം തീയതി, ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം, ഈസ്റ്റ് വാസി ഹിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പറയുന്ന രാജുവിൻ്റെ മൃതദേഹം ഒറ്റ നോട്ടത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ടതാണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ളൊരു മൃതദേഹം ഇവർക്ക് കിട്ടി. ഇവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന 2 വീലറും വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. അപ്പോൾ ഈ മൃതദേഹത്തിനോടൊപ്പം തന്നെ ഒരു കീറിപ്പറിഞ്ഞ റെയിൻകോട്ടും ഒരു വടിവാളും പൊട്ടിയ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ കാർഡും അടക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പോലീസിന് പ്രാഥമികമായി ലഭിച്ച വിവരം. അപ്പോൾ പോലീസ് ഒറ്റ നോട്ടത്തിൽ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ഈ ഭാര്യനെ ഇവർ കാണാതായിരിക്കുകയാണല്ലോ. അപ്പോൾ ഭാര്യനെ ആദ്യം തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊലപാതകം നടന്നതിനെ ചുറ്റിപ്പറ്റിയുള്ള CCTV വിഷ്വൽസാണ് പോലീസ് ആദ്യം ശേഖരിച്ചത്. അപ്പോൾ ഈ ഭാര്യ, അതായത് സോനം, മറ്റ് 3 പേരുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ വിഷ്വൽസ് പോലീസിന് കണ്ടെത്തി. അപ്പോൾ ഇവരാരാണെന്നുള്ള അന്വേഷണം ചുരുളഴിച്ചത്. അപ്പോൾ ഇത് കൊലപാതകമാണെന്ന് കണ്ടെത്തി 2-ാം തീയതി മൃതദേഹം കിട്ടി. 7-ാം തീയതി SIT രൂപീകരിച്ചു. പ്രത്യേക അന്വേഷണ സംഘം. 120 അംഗ അന്വേഷണ സംഘമാണ് രൂപീകരിച്ചത്. അതിൽ 20 പേര് ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്ന് അവസാനം UP-യിൽ നിന്ന്, അതായത് മേഘാലയയിൽ നിന്ന് മുങ്ങിയ സോനം UP-യിൽ പൊങ്ങി. അവിടെ നിന്നാണ് ഈ സോനത്തെ പിടികൂടിയത്. അപ്പോൾ പിടികൂടിയപ്പോൾ കൂടെ മറ്റേ കാമുകൻ എന്ന് പറയുന്ന ആളും ഉണ്ടായിരുന്നു. അയാളുടെ പേര് രാജ് കുശ്വ എന്നാണ്. അപ്പോൾ ഇയാൾക്ക് ഈ സോനം പോകുന്ന വഴിയിൽ ഫുള്ള് ലൈവ് ലൊക്കേഷൻസ് ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ളത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ സ്വന്തം ഭർത്താവിനെ വെട്ടാനും കുത്താനും കൊല്ലാനും ആക്രോശിക്കുന്നത് സ്വന്തം ഭാര്യ തന്നെയാണ്. അപ്പോൾ വളരെ ആസൂത്രിതമായി നടപ്പിലാക്കി അതിനുശേഷം സുഖമായി ജീവിക്കാമെന്ന് കരുതി നാട് വിട്ടു പോയേക്കായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പോൾ ഈ രാജ് കുശ്വ എന്ന് പറയുന്ന കാമുകനും അറസ്റ്റിലായി. ഈ പറയുന്ന സോനവും പിടിയിലായി. കൂടെ 2 വാടക കൊലയാളികളും കൂടി പിടിയിലായിട്ടുണ്ട്. അവരുടെ പേര് ആകാശ് രജപുത്, വിശാൽ സിംഗ് ചൗഹാൻ. അപ്പോൾ വളരെ ആസൂത്രിതമായി, അതായത് ഭർത്താവിനെ ഒഴിവാക്കി കൊലപാതകം നടത്തി കാമുകനോടൊപ്പം സുഖമായി ജീവിക്കാം എന്ന് കരുതിയ ആൾക്ക് ഇനി ശിഷ്ടകാലം തടങ്കലിൽ കഴിയാവുന്ന അവസ്ഥയിലുണ്ടായി. അതായത് ചില ചാബല്യങ്ങളുടെ പുറകെ ഒരു ജീവിതവും വേണ്ടെന്ന് വെച്ച്, ഭർത്താവിനെയും വേണ്ടെന്ന് വെച്ച് കാമുകനോടൊപ്പം ഇറങ്ങി തിരിച്ച സോനം ഇപ്പോൾ ആപ്പിലായി. ഇത് സമാനമായിട്ടുള്ളൊരു സംഭവം കേരളത്തിലും നടന്നിട്ടുണ്ട്. നമ്മുടെ മൂന്നാറിലായിരുന്നു. 2006-ലായിരുന്നു വിദ്യാലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ഭർത്താവായിട്ടുള്ള അനന്തരാമനെ കൊലപ്പെടുത്തുന്നത്. തമിഴ്നാട് സ്വദേശികളാണ് ഇവർ. ഹണിമൂണിനായിട്ട് വിവാഹം കഴിഞ്ഞ് 5-ാം ദിവസമാണ് മൂന്നാറിലേക്ക് എത്തുന്നത്. പിന്നാലെ തന്നെ ഇവരുടെ കാമുകൻ്റെ സുഹൃത്ത്, അതായത് ആനന്ദും അൻപുരാജു എന്ന് പറയുന്ന 2 പേര് അവിടെ ഇവരുടെ ഫോളോ ചെയ്ത് എത്തുന്നു. ഇവർ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന സ്ഥലത്തൊക്കെയാണ്, ഇന്നടത്താണ് താമസിക്കുന്നതെന്നെല്ലാം. ഈ 2 പേരും കൂടി ഇവരെ ഫോളോ ചെയ്ത് വന്നു. അവസാനം ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇവർക്ക് കൃത്യമായിട്ട് ലൊക്കേഷൻ അറിയണമല്ലോ എവിടെയാണെന്ന്. അപ്പോൾ ഈ ഭർത്താവിനെയും കൂട്ടി ഈ സ്ത്രീ എന്ത് ചെയ്തു, നേരെ കുണ്ടള ലേക്കിലേക്ക് വന്നു. കുണ്ടള ലേക്കിൻ്റെ വിജനമായ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവരെ അറിയിച്ചു. ഇയാളെ അറിയിക്കണമല്ലോ. അപ്പോൾ ആനന്ദിൻ്റെ മൊബൈലിൽ മൂന്നാർ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഓട്ടോ ഡ്രൈവർ അൻപഴകൻ എന്ന് പറയുന്ന ഒരാളുടെ മൊബൈൽ ആനന്ദ് കടം വാങ്ങിയിരുന്നു. ഈ മൊബൈലിലേക്ക് കുണ്ടള ലേക്കെന്ന് ഈ വിദ്യാലക്ഷ്മിയുടെ മെസ്സേജ് വന്നു. അന്ന് പത്രത്തിലൊക്കെ 2006-ലൊക്കെ പ്രമാദമായിട്ടുള്ള വാർത്തയായിരുന്നു ഇത്. ഈ പറയുന്ന കുണ്ടള ലേക്ക് എന്ന് പറയുന്ന വാക്ക് തന്നെ അന്ന് ഫേമസ് ആയി. അന്ന് SMS അയച്ചതോടുകൂടിയാണ്
ഇതിലേക്ക് വന്ന പോലീസിനും ഈ SMS നിർണായക വിവരമായി, നിർണായക തുമ്പായി ഇങ്ങനെ വിവരം കൈമാറിയതിൻ്റെ 2006 ജൂൺ 18-നാണ് അനന്തരാമൻ കൊല്ലപ്പെട്ടത്. അതിനുശേഷം ഇന്ന് എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്നുള്ളതും കൂടെ ഭയങ്കര രസകരമല്ല, വല്ല അതിക്രൂരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇവർ രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവും നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട്. ആ ഫോട്ടോ എടുക്കാൻ ഇവർ ക്യാമറ ഉപയോഗിച്ചിരുന്നു. ആ ക്യാമറയുടെ നൈലോൺ വയർ ഉപയോഗിച്ചാണ് ഈ വിദ്യാലക്ഷ്മിയുടെ കാമുകന്മാർ, ഈ കാമുകനും ഈ കാമുകൻ്റെ സുഹൃത്തും കൂടെ ചേർന്നിട്ട് ഈ അനന്തരാമൻ്റെ കഴുത്ത് ഞെരിക്കുന്നത്. ഈ കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച്, ഈ നൈലോൺ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നതിന് ശേഷമാണ് ഇവർ അവിടുന്ന് രക്ഷപ്പെടുന്നത്. മോഷണമാണെന്ന് വരുത്തി വെക്കാനായിരിക്കും. അല്ല, ഈ പറയുന്ന ഒരു പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. കൊലപാതകം ചെയ്യുക ഈ പറയുന്ന 9ാം ക്ലാസ് മുതൽ തുടങ്ങിയ പ്രേമമാണ് ഈ പറയുന്ന വിദ്യാലക്ഷ്മിയും ആനന്ദും തമ്മിൽ. അതെ. അപ്പോൾ എന്നിട്ട് ആ കൊലപാതകം ചെയ്ത് കഴിഞ്ഞ് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇതിപ്പോൾ അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. കഴിഞ്ഞ ദിവസവും റീയൂണിയന് കണ്ട കാമുകനുമായിട്ട് പോകാനായിട്ട് ഭർത്താവിനെ കൊല്ലി, അങ്ങനെ എന്തൊക്കെ വാർത്ത കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടിട്ട് വീട്ടിൽ കയറി, വീട്ടിൽ ഭർത്താവ് പുറത്തേക്ക് പോയ സമയത്ത് ഭാര്യയെ കാണാൻ വന്നു, അവിടെ വെച്ച് കൊലപാതകം നടന്നു. ഇതൊക്കെ സ്ഥിരമായിക്കൊണ്ടിരിക്കുക. റീയൂണിയനുകളാണ് ഇതിൻ്റെ നമ്പർ 1 കേന്ദ്രം. കാമകേളികളുടെ കൂത്തരങ്ങായിട്ട് ഈ റീയൂണിയനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. 50, 60 വയസ്സായി കഴിയുമ്പോഴത്തേക്കും പണ്ട് 70-ലോ 75-ലോ 80-ലോ ഒക്കെ പഠിച്ച ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയായിരിക്കുന്ന മനുഷ്യരാണ് ഈ പറയുന്ന സ്ഥലത്ത് വന്നിട്ട് റീയൂണിയന് വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പ്രേമം വീണ്ടും പൊട്ടിമുളയ്ക്കുന്നു. ഈ 10-80 വയസ്സായ ആൾക്കാരുടെ കഥ വരെ ഞാൻ കേട്ടു. അതായത് പറയുകയാണ്, റീയൂണിയന് കഴിഞ്ഞിട്ട് പറയുകയാണ്, എടാ അവൾക്ക് എന്നോട് പ്രേമമായിരുന്നടാ, അവളിപ്പോഴാണ് പറയുന്നത്. 75-80 വയസ്സുള്ള ആൾക്കാർ പറയുക. ഈ പറയുന്ന ശങ്കരാചാര്യ എഴുതിയിട്ടുണ്ട്, വയസ്സ് ഗതേജ കാമവികാരാന്ന്, ശുഷ്കേ നീരാക്ക കാസാര നഷ്ടേ ദ്രവ്യാക്ക പരിവാര തത്വജ്ഞാനേക്ക സംസാരം എന്ന് പറഞ്ഞു. ശങ്കരാചാര്യ എഴുതിയതല്ല എന്ന് പറയുന്നുണ്ട്. അത് വയസ്സായി കഴിഞ്ഞാൽ കാമവികാരം ഉണ്ടാവില്ല, തടാകം ജലം വറ്റിപ്പോയി കഴിഞ്ഞാൽ തടാകം ഉണ്ടാവില്ല, ധനം നഷ്ടപ്പെട്ടാൽ കുടുംബം ഉണ്ടാവില്ല, ഈ പറയുന്ന തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ സംസാര ബന്ധം ഉണ്ടാവില്ല, ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ കാമവികാരം ഉണ്ടാവില്ല, അത് തീർന്നു പോകും, രോഗാവസ്ഥ. ശങ്കരാചാര്യ ഉന്നയിച്ച അന്നത്തെ കാലത്താണ്. അന്ന് ഈ പറയുന്ന ഉത്തേജന മരുന്നുകളൊന്നും ഇല്ലല്ലോ. ഈ പറയുന്ന മനുഷ്യനൊന്ന് വയസ്സായി കഴിഞ്ഞ് വാദവും ഈ പറയുന്ന അസുഖങ്ങളും ഒക്കെ പിടിച്ച് ശരീരം തളർന്നിരിക്കുമ്പോൾ രോഗാതുരമായ ശരീരം കൊണ്ടിരിക്കുന്ന വാർദ്ധക്യത്തിൽ കാമവികാരത്തിന് സ്ഥാനം ഉണ്ടാകാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഉത്തേജന മരുന്നുകളും എത്തി ഈ പറയുന്ന സകല ചികിത്സയും എടുത്ത് നല്ല ആഹാരവും കഴിച്ചിരിക്കുമ്പോൾ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുക എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ വയസ്സായി പേരക്കുട്ടികളുമായി ഇരുന്ന് കഴിഞ്ഞിട്ടും കാമം തോന്നുന്നു, പേരക്കുട്ടികളുടെയും കല്യാണം കഴിഞ്ഞിട്ടും ഈ പറയുന്ന കാമം തോന്നുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് റീയൂണിയനുകളും സോഷ്യൽ മീഡിയയെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. അവിഹിത ബന്ധങ്ങളുടെ പേരിൽ കാമം തീർക്കാൻ വേണ്ടി കാമുകനെ വിളിച്ചു വരുത്തി ഭർത്താവിനെ കൊന്നില്ലെങ്കിൽ മക്കളെ കരിങ്കല്ലടിച്ച് കടലിലെറിഞ്ഞ അമ്മമാരുടെ നാട് വന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഭീകരമായ കൊലപാതകങ്ങളിലൂടെ അവിഹിതത്തിലൂടെ കാമം തീർക്കുക എന്ന് പറയുന്ന അതിവൈകൃതമായ മനസ്സിലേക്ക് നമ്മുടെ സ്ത്രീ പുരുഷന്മാർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം.